മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കിസിസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് 5 ക്ലാസ്സുകളിലെ 3ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ത്രിയേക ദൈവത്തെക്കുറിച്ചാണ് നാം പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നാം യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പഠിക്കുകയല്ല, മറിച്ച് ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ വളരുകയും അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി തീരുകയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് നാം ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കുന്നത്. ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ അയാളെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. ക്രിസ്തുവുമായുള്ള ആഴമേറിയ സ്നേഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ക്ലാസ് നമ്മെ സഹായിക്കും എന്ന പ്രത്യാശയിൽ നമുക്ക് ആരംഭിക്കാം. ക്രിസ്തുവിനെ നാം അറിയാൻ ശ്രമിക്കുകയാണ്. ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെങ്കിലും നാം അറിഞ്ഞിരിക്കണം. ആദ്യത്തേത്, ആ വ്യക്തി ആരാണ്? ഹൂ ഈസ് ഹീ? ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്താണ്? രണ്ടാമത്തേത്, ആ വ്യക്തി എന്ത് ചെയ്യുന്നു? വാട്ട് ഹി ഡസ്? എന്താണ് അദ്ദേഹത്തിൻ്റെ മിഷൻ, ദൗത്യം? ഒന്നാമത്തെ കാര്യം, ക്രിസ്തു വാസ്തവത്തിൽ ആരാണ്? ഇതാണ് നാം ഉന്നയിക്കുന്ന ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം ഇതാണ്: യേശു ക്രിസ്തുവാണ്. അവൻ പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനാണ്. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ക്രിസ്തു എന്ത് ചെയ്യുന്നു? വാട്ട് ക്രൈസ്റ്റ് ഡസ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ക്രിസ്തു രക്ഷിക്കുന്നു. ഹീ സേവ്സ്. അവൻ രക്ഷകനാണ്. അതാണ് അവിടുത്തെ മിഷൻ. യേശുവിൻ്റെ നാമം തന്നെ അവിടുത്തെ മിഷൻ എന്താണെന്ന് വ്യക്തമാക്കുന്നു. ജീസസ് എന്ന വാക്കിൻ്റെ ഹെബ്രായ മൂലം യഹോശുവ അല്ലെങ്കിൽ യാഹ്ശുവ എന്നാണ്. അതായത് പരിശുദ്ധ കന്യക മറിയം യേശുവിനെ യാഹ്ശുവ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഈ വാക്കിനർത്ഥം യാഹ്വേ രക്ഷിക്കട്ടെ, ദൈവം രക്ഷിക്കട്ടെ അല്ലെങ്കിൽ സഹായിക്കട്ടെ എന്നാണ്. രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമായതുകൊണ്ട് ദൈവം രക്ഷകൻ എന്നാണ് ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം. അങ്ങനെയെങ്കിൽ ജീസസ് എന്ന വാക്കിന് ഏറ്റവും ചുരുക്കി പറയാൻ പറ്റുന്ന അർത്ഥമാണ് രക്ഷകൻ എന്നത്. അവൻ്റെ നാമം തന്നെ അവൻ്റെ ധർമ്മമാണ്, അവൻ്റെ കർമ്മമാണ്. അവൻ എന്ത് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, വാസ്തവത്തിൽ അവൻ എന്ത് ചെയ്യുന്നു എന്നതെല്ലാം ഈ ഒരു നാമത്തിൽ തന്നെ അന്തർലീനമാണ്. ജീസസ് എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്ക് യേസുസ് ആണ്. ഇത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ ജീസസ് എന്നായി മാറി. യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്നാണ് നാം അവനെ വിളിക്കുക. ക്രൈസ്റ്റ് എന്നത് ജീസസിൻ്റെ സർനെയിമൊന്നുമല്ല. ആരാണ് ക്രിസ്തു? ക്രൈസ്റ്റ് എന്നത് ജീസസിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ടൈറ്റലാണ്, സർനെയിമല്ല. ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തോസ് എന്നാണ് ക്രൈസ്റ്റിനെ വിളിക്കുന്നത്. ക്രിസ്തോസിൻ്റെ ഇംഗ്ലീഷാണ് ക്രൈസ്റ്റ്. ഹീബ്രുവിൽ മഷിയാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. അതിൻ്റെ ഗ്രീക്കാണ് ക്രിസ്തോസ്, അതിന് ഇംഗ്ലീഷാണ് ക്രൈസ്റ്റ്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടവൻ അല്ലെങ്കിൽ അഭിഷിക്തൻ, ദി അനോയിൻറ്റഡ് വൺ. അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയെ വിളിക്കാവുന്ന ഒരു പേരാണ് മിശിഹ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ജീസസിനെ ആദിമസഭയിൽ ക്രൈസ്റ്റ് എന്നും മിശിഹ എന്നും വിളിച്ചു തുടങ്ങിയത്? ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും യഹൂദരായിരുന്നു. അവർ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി മാറിയവരാണ്. തങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച് ഒരിക്കലും അവസാനിക്കാത്ത ഇസ്രായേലിൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഒരു മിശിഹ വരുമെന്നത് യഹൂദരുടെ നൂറ്റാണ്ടുകളോളമുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. യേശു എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്നാൽ യഹൂദരുടെ പ്രതീക്ഷയായിരുന്ന രക്ഷകൻ തന്നെയാണ് യേശു എന്ന സത്യം ജനത്തിന് മനസ്സിലാവുകയില്ല. യേശു തന്നെയാണ് ക്രിസ്തു, യേശു തന്നെയാണ് മിശിഹ. ഈ വസ്തുത എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരും ആദിമസഭയിലെ ക്രിസ്ത്യാനികളും യേശുവിനെ ക്രിസ്തു അല്ലെങ്കിൽ മിശിഹ എന്ന് വിളിച്ചു തുടങ്ങി.
അങ്ങനെ ഈ ടൈറ്റിൽ യേശു എന്ന പേരിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പേരായി മാറി. എബ്രായ ഭാഷ സംസാരിക്കുന്നവർ മിശിഹ എന്ന് വിളിച്ചു. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ യേശുവിനെ ക്രിസ്തു എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ യേശു മിശിഹ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ്, ഈ രണ്ട് വാക്കുകളും ചേർത്താണ് ആദ്യകാലങ്ങളിൽ വിളിച്ചുകൊണ്ടിരുന്നത്. സുറിയാനി സഭയിൽ ആദ്യകാലം മുതലുള്ള പ്രാർത്ഥനയിൽ മോറാൻ യേശു മിശിഹ എന്നാണ് കാണുന്നത്. മോറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവ്. യേശു തന്നെയാണ് യഥാർത്ഥ രക്ഷകൻ എന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുമാണ് യേശുവിനെ മിശിഹ എന്നും ക്രിസ്തു എന്നും വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് നാം ഇപ്പോൾ കണ്ടു. മർക്കോസ് 8:29 യേശു ക്രിസ്തു ശിഷ്യരോട് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതിനുള്ള ഉത്തരം കൊടുത്തത് പത്രോസാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാകുന്നു. ഇത് മുകളിൽ നിന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് പത്രോസിന് പറയാൻ സാധിച്ചത്. എന്നാൽ ഈ ഉത്തരം ക്രൈസ്തവ അസ്തിത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം യേശു ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാകുന്നു. ഈ സത്യം പത്രോസ് പറഞ്ഞതുപോലെ നാം ഏവരും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു ചോദ്യം, എങ്ങനെയാണ് യേശു ക്രിസ്തു ദൈവമാണ് എന്ന സത്യം ശ്ലീഹന്മാർക്ക് മനസ്സിലായത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് മുമ്പും യേശു ക്രിസ്തുവിന് ശേഷവും എന്ന ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിക്കേണ്ടി വന്നത്? ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആന്നോ ഡോമിനി, BC ആൻഡ് AD. അതിന് ഒരേ ഒരു ഉത്തരം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. മരണത്തിന് ശേഷം ആരും തിരിച്ചു വന്നിട്ടില്ല. എങ്കിലും മരണത്തെ തോൽപ്പിച്ച് വിജയശ്രീ ലാളിതനായി ഉത്ഥിതനായി തിരിച്ചു വന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അന്ന് വരെയുള്ള എല്ലാ ചിന്തകളെയും തത്വസംഹിതകളെയും വിശ്വാസങ്ങളെയും ജീവിത രീതികളെയും എല്ലാം മാറ്റിമറിച്ചത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, അതാണ് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്തോ പുനരുത്ഥാന സമയത്തോ അതെല്ലാം നേരിൽ കണ്ട അപ്പോസ്തലന്മാർക്ക് പോലും അത് മനസ്സിലാക്കാൻ അപ്പോൾ കഴിഞ്ഞിരുന്നില്ല. യേശുവിനെ സാധാരണ മനുഷ്യനായിട്ടാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠനായ മനുഷ്യനായിട്ടാണ് അവർ കണ്ടിരുന്നത്. പക്ഷെ പരിശുദ്ധാത്മാ വന്നു കഴിഞ്ഞപ്പോഴാണ് ഉത്ഥാനത്തെ സംബന്ധിച്ചുള്ള സത്യവും അതിലൂടെ യേശു ദൈവം തന്നെയെന്ന്, കർത്താവ് തന്നെയെന്ന് അപ്പോസ്തലന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മരണശേഷം ക്രിസ്തുവിനെ പോലെ തങ്ങളും ഉത്ഥാനം ചെയ്യുമെന്നും യേശുവിനെ പോലെ മഹിമയണിഞ്ഞ ശരീരത്തോടെ ജീവിക്കുമെന്നുമുള്ള ബോധ്യം അവരിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ അപ്പോസ്തലന്മാർ തയ്യാറായി. യേശുവിൻ്റെ പുനരുത്ഥാനമാണ് എല്ലാത്തിനെയും തകിടം മറിച്ചത്. മനുഷ്യന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒന്നാമത്തെ സംഭവം മനുഷ്യാവതാരം എന്ന സംഭവമാണെങ്കിൽ രണ്ടാമത്തെ സംഭവം എന്നത് പുനരുത്ഥാനമായിരുന്നു. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിലൂടെയാണ് അവൻ സാധാരണ മനുഷ്യനല്ല എന്ന് ലോകത്തിന് മനസ്സിലായത്. ഈ ഉറപ്പിലൂടെയാണ് സാവൂൾ പൗലോസായത്. തൻ്റെ വലിയ ഭാവി, വലിയ നേട്ടങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കുവാൻ പൗലോസ് തയ്യാറായത്. അദ്ദേഹം ഒരു ഗ്രീക്ക് പണ്ഡിതനായിരുന്നു, റോമൻ പൗരനാണ്. ശ്രേഷ്ഠമായ നല്ല ഭാവി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം വേണ്ട എന്ന് വെച്ച് ഒന്നുമില്ലാത്തവനായി തീരുവാനും, പട്ടിണി കിടക്കാനും, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുവാനും, ശരീരത്തിൽ മുറിവുകൾ ഏൽക്കുവാനും, വേദനകൾ സഹിക്കുവാനും, രക്തസാക്ഷിത്വം വരിക്കാനും അവൻ എന്തിന് തയ്യാറായി? ഇതാണ് പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഏറ്റവും ഉറപ്പുള്ള കാര്യമായ ജീവൻ ത്യജിക്കാൻ പോലും പൗലോസ് തയ്യാറായി. പുനരുത്ഥാനമുണ്ട് എന്ന ശക്തമായ ബോധ്യം അദ്ദേഹത്തിന് ലഭിച്ചതാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. അത് ലഭിച്ചതാകട്ടെ ഉത്ഥിതനായ യേശുവുമായുള്ള നേർക്കാഴ്ചയിലൂടെയാണ്, എൻകൗണ്ടറിലൂടെയാണ്. അതിനുശേഷം യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്ന സത്യം അംഗീകരിക്കുന്നതും ഏറ്റു പറയുന്നതും രക്ഷയ്ക്ക് തന്നെ അനിവാര്യമാണ് എന്ന് പൗലോസ് ശ്ലീഹ റോമാക്കാർക്കുള്ള ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തു സത്യമായും പുനരുത്ഥാനം ചെയ്തു എന്ന ബോധ്യം വിശുദ്ധ പൗലോസ് ശ്ലീഹയ്ക്ക് ലഭിച്ചപ്പോൾ യേശു ക്രിസ്തു കർത്താവാണ്, ദൈവമാണ് എന്ന് പൗലോസ് ശ്ലീഹയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം
കൊരിന്തോസ്കാർക്കുള്ള 2-ാം ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ. ദൈവം പ്രകാശമാണ് എന്നാണ് യഹൂദർ വിശ്വസിക്കുക. അതുകൊണ്ട് പ്രകാശം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അവർ പ്രകാശത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിലൂടെ പൗലോസ് ശ്ലീഹ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന പ്രകാശം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് പറയുന്നത്, അന്ധകാരത്തിലായിരുന്ന ജനത വലിയ പ്രകാശം കണ്ടു. രണ്ടാമതായിട്ട് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അറിവിൻ്റെ പ്രകാശം. പൗലോസ് ഗ്രീക്ക് ഭാഷ നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഗ്രീക്കുകാർ അന്വേഷിക്കുന്നത് അറിവാണ്, നോളജാണ്, ജ്ഞാനമാണ്. അതാണ് ഗ്രീക്ക് ഫിലോസഫി. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യം അറിയുക, ജ്ഞാനം നേടുക, അറിവ് നേടുക എന്നൊക്കെയാണ്. ഇപ്പൊ ഗ്രീക്കുകാരോട് പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന ആ അറിവ്, ആ ജ്ഞാനം അത് ക്രിസ്തുവാണ്. റോമൻ സാമ്രാജ്യം, അതിൻ്റെ ഗ്ലോറി, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം. റോമാക്കാരോട് പൗലോസ് ശ്ലീഹ ഈ വാക്യത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന യഥാർത്ഥ തേജസ് അത് ക്രിസ്തുവിൻ്റെ മുഖത്താണ് വെളിവാക്കപ്പെട്ടത്. നിങ്ങളുടെ എല്ലാ അന്വേഷണവും അവസാനിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ജനനം കൊണ്ട് യഹൂദനും റോമൻ സിറ്റിസനുമായ, ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് ഫിലോസഫി നന്നായി അറിയാവുന്ന പൗലോസ് ശ്ലീഹ കുറിച്ചു വച്ച വളരെ മനോഹരമായ ഈ വാക്യം തന്നെ പൗലോസ് ശ്ലീഹായുടെ വിശ്വാസവും ഉറച്ച ബോധ്യവും വ്യക്തമാക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനും മിശിഹയുമാണ് എന്നുള്ള ദൈവത്തിൻ്റെ അംഗീകാരത്തിൻ്റെ ശക്തമായ അടയാളമായി വർത്തിച്ചത് യേശുവിൻ്റെ പുനരുത്ഥാനമായിരുന്നു. അപ്പോസ്തലന്മാർ അവനെ ദൈവത്തിൻ്റെ പുത്രനായി പ്രഖ്യാപിച്ചപ്പോൾ അവരർത്ഥമാക്കിയത് പുത്രനായ ദൈവമെന്നാണ്. അവൻ ദൈവപുത്രൻ മാത്രമല്ല, അവൻ പുത്രനായ ദൈവമാണ്. അവർ ആ വിധത്തിലാണ് യേശു ക്രിസ്തുവിനെ ആരാധിച്ചത്. യേശു ക്രിസ്തു ഇത്രയും നാൾ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അർത്ഥമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. അതൊരു പരാജയമല്ല, വിജയമായിരുന്നു എന്നത് മനസ്സിലാകുന്നത് പുനരുത്ഥാനത്തിലൂടെയാണ്. ഇതാണ് യേശു എന്ന വ്യക്തിയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്, അവൻ മിശിഹയാണ്, അവൻ പുത്രനായ ദൈവമാണ്. പുനരുത്ഥാനം സംഭവിച്ചിരുന്നില്ലെങ്കിൽ യേശുക്രിസ്തു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുമായിരുന്നു, വ്യാജനായും കള്ളനായും മാറുമായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിനും പിതാവിനോടുള്ള അവിടുത്തെ വിശ്വസ്തതയ്ക്കും അവിടുത്തെ പ്രബോധനങ്ങൾക്കുമുള്ള പിതാവായ ദൈവത്തിൻ്റെ അംഗീകാരമായി വേണം അവിടുത്തെ പുനരുത്ഥാനത്തെ കാണുവാൻ. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് പിതാവായ ദൈവം അംഗീകരിച്ചതിൻ്റെ സാക്ഷ്യമാണ് പുനരുത്ഥാനം. അതോടെ അക്കാലം വരെ യാഹ്വേയെക്കുറിച്ച് മാത്രം പറഞ്ഞിരുന്ന, യാഹ്വേക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന വാക്കുകൾ യേശു ക്രിസ്തുവിന് വേണ്ടി അവർ ഉപയോഗിച്ചു തുടങ്ങി. ഏശയ്യ 45-ന്റെ 23-24 വാക്യങ്ങളിൽ യാഹ്വേയെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുക. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്കെന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശപഥം ചെയ്യും. നീതിയും ബലവും കർത്താവിൻ്റെ മാത്രമെന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുമ്പിൽ ലജ്ജിതരാകും. യാഹ്വേക്ക് വേണ്ടി പറഞ്ഞ പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൽ നിറവേറുന്നത് എങ്ങനെയെന്ന് ഫിലിപ്പി 2-ാം അധ്യായത്തിൽ 10-11 വാക്യങ്ങളിലും റോമ 14-11 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിന് വേണ്ടിയാണ്. റോമ 14-11 നാം വായിക്കുന്നു, എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവ്വം അരുളി ചെയ്യും. യാഹ്വേക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്ന പ്രവചനങ്ങളെ യേശുവിലും പരിപൂർണമായി യോജിക്കുന്നു എന്നതാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഉത്ഥാനശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പ്രേരണയാൽ യേശു ക്രിസ്തുവിനെ
പുനർവായിച്ചപ്പോഴാണ് അവിടുന്ന് നേരത്തെ പറഞ്ഞ ഓരോ വാക്കിൻ്റെയും അർത്ഥം ശിഷ്യന്മാർക്ക് മനസ്സിലായത്. ദൈവാലയത്തെ തകർക്കുക, 3-ാം ദിവസം ഞാൻ അതിനെ പുനർനിർമ്മിക്കും എന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ഓർത്തെടുത്തു. അവൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചായിരുന്നു അവൻ സൂചിപ്പിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവൻ തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് യോഹന്നാൻ എഴുതി വെച്ചത് അക്കാര്യം മനസ്സിലായതുകൊണ്ടാണ്. എന്നാൽ ഈ കാര്യം യേശുക്രിസ്തു പറഞ്ഞ സമയത്ത് അവർക്ക് യാതൊന്നും മനസ്സിലായിരുന്നില്ല. അതാണ് വാസ്തവം. അങ്ങനെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം മാത്രമാണ്. യേശുവിന് ഉത്ഥാനത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ അവർക്ക് ബോധ്യമായി. ഇനി ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് തങ്ങളുടെ വാക്കുകളിലൂടെ മാത്രമല്ല എഴുത്തുകളിലൂടെയും പ്രഘോഷിച്ചു. കാരണം ഈ സദ്വാർത്ത ഒരിക്കലും നഷ്ടമാകാൻ പാടില്ല എന്നവർക്കറിയാമായിരുന്നു. ഇത്രയും വലിയ സത്യം ഒരിക്കലും നഷ്ടപ്പെടാതെ നിധി പോലെ സൂക്ഷിക്കണമെന്നും അതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കുവാനോ ആർക്കുമാകാത്ത വിധം സംരക്ഷിക്കണമെന്നും അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവരെഴുതി വെച്ച തങ്ങളുടെ യേശു അനുഭവം പുതിയ നിയമഗ്രന്ഥമായി നമുക്ക് ലഭിച്ചു. പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം എന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനമാണ്. അത് AD 51 ശേഷമാണ് എഴുതപ്പെട്ടത്. അതിലെ പ്രധാന പ്രമേയം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും 2ാം വരവുമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ ശക്തമായാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെയൊക്കെ എഴുതുന്നത്. കാരണം പുനരുത്ഥാനത്തിലൂടെയാണ് യേശു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും അവർക്ക് മനസ്സിലായത്. ഇനി വിശുദ്ധ പൗലോസിന് ശേഷം എഴുതപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസ് എഴുതുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സംബന്ധിച്ചുള്ള വസ്തുതകളും സത്യങ്ങളും വിശ്വാസികളിൽ ഉറച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മർക്കോസ് തൻ്റെ ശ്രദ്ധയും അന്വേഷണം എല്ലാം കേന്ദ്രീകരിച്ചത് പുനരുത്ഥാനത്തിന് മുമ്പ് യേശു ക്രിസ്തു ദൈവമായിരുന്നോ എന്നതിനെക്കുറിച്ചായിരുന്നു. അവൻ മരിക്കുമ്പോൾ, അവൻ പീഡ സഹിക്കുന്ന സമയത്ത് അവൻ ദൈവമായിരുന്നോ? മർക്കോസ് 15:39 നാം വായിക്കുന്നു, അവൻ ഇപ്രകാരം മരിക്കുന്നത് കണ്ട് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ നിശ്ചയമായും ദൈവപുത്രനാണ്. അതായത് യേശു ക്രിസ്തു ദൈവപുത്രനായത് ഉത്ഥാനശേഷമല്ല, ഉത്ഥാനത്തിലൂടെ ദൈവമായി മാറുകയായിരുന്നില്ല. മരണനേരത്തും അവിടുന്ന് ദൈവം തന്നെയാണ്. അത് മർക്കോസ് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. മർക്കോസ് കഴിഞ്ഞ് എഴുതപ്പെട്ടത് മത്തായിയുടെയും ലൂക്കായുടെ സുവിശേഷങ്ങളാണ്. അവിടെ ചോദ്യം, പീഡാസഹന നേരത്തും മരണനേരത്തും അവൻ ദൈവമാണെങ്കിൽ അവൻ ജനിച്ചപ്പോഴേ ദൈവമായിരുന്നോ എന്നാണ് മത്തായും ലൂക്കായും അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് മത്തായിലും ലൂക്കായിലും നമ്മൾ ബാല്യകാല വിവരണം കാണുന്നത്, ഇൻഫൻസി നറേറ്റീവ്. അവിടെ യേശുക്രിസ്തു ജനിച്ചപ്പോഴേ ദൈവമാണ് എന്ന് അവർ സാക്ഷിക്കുകയാണ്. യേശു ജനിച്ച സമയത്ത് മാലാഖമാർ വന്ന് സകല ജനത്തിനും സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. പൂർവ്വദേശത്ത് നിന്ന് വരുന്ന ജ്ഞാനികൾ ശിശുവിനെ സന്ദർശിച്ച് കാഴ്ചകൾ അർപ്പിച്ച് ആരാധിക്കുകയാണ്. യേശുക്രിസ്തു ജനിച്ചപ്പോഴേ അവൻ ദൈവമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇനി ഏറ്റവും അവസാനം എഴുതപ്പെട്ട ജോണിൻ്റെ സുവിശേഷത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം, ചിന്ത എന്താണ്? ജനിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു ദൈവമായിരുന്നോ? ജനിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എവിടെയായിരുന്നു? അതിനുള്ള ഉത്തരമാണ് ജോൺ തൻ്റെ സുവിശേഷത്തിലൂടെ അറിയിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് അവൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവമാണ്, അവൻ നിത്യനാണ്, അവൻ അനാദികാലം മുതലേ ഉണ്ട്, അവൻ നിത്യനായ പിതാവിൻ്റെ നിത്യനായ പുത്രനാണ്. ഇത്തരത്തിലാണ് ശിഷ്യ സമൂഹം അവരുടെ വാക്കുകളിലൂടെയും എഴുത്തുകളിലൂടെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള വസ്തുതകൾ സ്ഥാപിച്ചത്, നമ്മളെ അറിയിച്ചത്. അതവരുടെ ഭാവന സൃഷ്ടിയല്ല, അവരുടെ ബോധ്യമാണ്. അവർ ഉത്ഥിതനായ കർത്താവിനെ കണ്ടുമുട്ടിയതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മെ അറിയിച്ചതാണ്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനത്തിലെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മോട് പറയുന്നത്, ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അങ്ങനെയാണ് പുതിയ നിയമഗ്രന്ഥം നമുക്ക് ലഭിച്ചത്. ഇനി ഈ ക്ലാസ്സിൽ യേശുക്രിസ്തു
എങ്ങനെയാണ് പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായത്, പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടത്, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പഴയ നിയമം മുഴുവൻ ക്രിസ്തു സംഭവത്തിലേക്ക് നയിക്കുന്നതായി യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിന് മനസ്സിലായി. ആദത്തിന് ദൈവം നൽകിയ വാഗ്ദാനം മുതൽ പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ അതെല്ലാം യേശു ക്രിസ്തുവിൽ പൂർത്തിയായതായി അവർക്ക് ബോധ്യപ്പെട്ടു. അവയിൽ ചിലത് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി, ഉൽപ്പത്തി 3:15 സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനം അത് യേശു ക്രിസ്തുവിൽ നിറവേറ്റപ്പെടുകയാണ്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ സമയത്ത് തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നതിലൂടെ ഉൽപ്പത്തി 3:15 ആ സ്ത്രീയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് കർത്താവ് അവിടെ നൽകുന്നത്. മറിയം ആ സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ സന്തതിയായ ഞാൻ സാത്താൻ്റെ തല തല്ലി തകർക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. യോഹന്നാൻ 19:26 തൻ്റെ കുരിശ് മരണ സമയത്ത് സാത്താൻ്റെ തല തല്ലി തകർക്കുന്ന നിമിഷത്തിൽ തന്നെ വീണ്ടും തൻ്റെ അമ്മയെ സ്ത്രീയെ എന്നാണ് യേശു ക്രിസ്തു വിളിക്കുക. രണ്ടാമതായി, ഉൽപ്പത്തി 12:7 ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. ഈ പ്രവചനം യേശു ക്രിസ്തുവിൽ നിറവേറി എന്നത് ഗലാത്യ 3:16 പൗലോസ് ശ്ലീഹ അറിയിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിൽ ബാലാമിൻ്റെ പ്രവചനത്തിൽ നാം കാണുന്നു, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. യേശു ക്രിസ്തുവിൻ്റെ ജനന നേരത്ത് ഈ പ്രവചനം പൂർത്തിയായതായി നമുക്ക് മനസ്സിലാകുന്നു. ഇനി യേശയ്യ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചാണ് ഈ പ്രവചനം എന്നത് ഏതൊരു യഹൂദനും മനസ്സിലാകാവുന്ന ഒരു കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ശിശുവിനെ ഇവിടെ ദൈവം എന്ന് വിളിക്കുന്നത്, എൽ എന്ന് വിളിക്കുന്നത്? ദൈവം ഏക ദൈവമാണെങ്കിൽ, ആ ദൈവത്തിന് നാമം യാഹ്വേ ആണെങ്കിൽ ഈ ശിശു യാഹ്വേ അല്ല എന്ന് അവർക്കറിയാം. അപ്പോൾ യാഹ്വേയിൽ നിന്ന് വ്യതിരിക്തനായി ജനിക്കുന്ന ശിശു ദൈവമെന്ന് വിളിക്കപ്പെടുന്ന ഒരു ശിശുവിനെ കുറിച്ച് മത്തായിയുടെയും ലൂക്കായുടെയും ബാല്യകാല വിവരണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്ന സന്ദേശത്തിലും ആട്ടിടയർക്ക് ലഭിക്കുന്ന സന്ദേശത്തിലും ഔസേപ്പ് പിതാവിന് സ്വപ്നത്തിലൂടെ ലഭിക്കുന്ന സന്ദേശത്തിലും ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നാലാമതായി, 2-ാമത്തെയും 45-ാമത്തെയും 72-ാമത്തെയും 110-ാമത്തെയും സങ്കീർത്തനങ്ങളിൽ മഹത്വത്തിൽ വരുന്ന രാജാവിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. അതെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സൂചനകളാണ്. 16-ാമത്തെയും 22-ാമത്തെയും 40-ാമത്തെയും സങ്കീർത്തനങ്ങളിൽ സഹിക്കുന്ന രാജാവിനെ കുറിച്ചുള്ള പ്രവചനം കാണുന്നു. അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പൂർത്തിയായതായി നമുക്ക് മനസ്സിലാകുന്നു. 5-ാമതായി, യേശയ്യ 7:13 യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുന്നതിനെ കുറിച്ച്, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു പ്രവചനം കാണാം. അത് മത്തായി 1:22-23 പ്രകാരം കന്യകയിൽ നിന്ന് ജനിക്കുന്ന ശിശുവായ യേശു ക്രിസ്തുവിൽ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന അവനിൽ അത് പൂർത്തിയായതായി നമുക്ക് കാണാൻ സാധിക്കും. 6-ാമതായി, 2 സാമുവേൽ 7-ാം അധ്യായത്തിലെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാഥാന്റെ പ്രവചനം ദാവീദിന്റെ വംശത്തിൽ ജനിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. കൂടാതെ യേശയ്യ 11-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതെല്ലാം യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന പ്രവചനങ്ങളാണ്. 7-ാമതായി, യേശയ്യ 61-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളിൽ കാണുന്ന പ്രവചനം അത് യേശു ക്രിസ്തുവിൽ പൂർത്തിയായതായി യേശു ക്രിസ്തു സ്വയം സാക്ഷിക്കുന്നു. അത് ലൂക്ക 4:18 നമ്മൾ കാണുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. 8-ാമതായി, മിക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ
ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ ബേത്ലഹേമിൽ നിന്ന് വരും എന്നതിനെക്കുറിച്ചുള്ള പ്രവചനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ പൂർത്തിയായി. 9-ാമതായി എസെക്കേൽ 34-ന്റെ 23-ാം വാക്യത്തിലും 37-ന്റെ 22-ാം വാക്യത്തിലും വരാനിരിക്കുന്ന ഇടയനെയും രാജാവിനെയും കുറിച്ച് ഒരു പ്രവചനം കാണാം. അതും യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രവചനമാണ്. 10-ാമതായി സഖറിയ 9-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ കഴുതപ്പുറത്ത് വരുന്ന വിനീതനായ രാജാവിനെ കുറിച്ചുള്ള പ്രവചനം ഓശാന തിരുനാളിൽ യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. അടുത്തതായി ദാനിയേൽ 9-ന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വരാനിരിക്കുന്ന അഭിഷിക്തനെ കുറിച്ചുള്ള സൂചന നമുക്ക് കാണാം. ഏറ്റവും അവസാനമായി യേശയ്യ 52-ന്റെ 13-ാം വാക്യം മുതൽ 53-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വരെ സഹനദാസനെ കുറിച്ചുള്ള പ്രവചനം യേശുക്രിസ്തുവിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നതായി നമുക്ക് കാണാം. അങ്ങനെ പഴയ നിയമത്തിൽ 100 കണക്കിന് പ്രവചനങ്ങൾ വളരെ കൃത്യമായി യേശുക്രിസ്തുവിൽ പൂർത്തിയായതായി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഒരാളെക്കുറിച്ച് പോലും ഇത്രയും കൃത്യമായ പ്രവചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ നിറവേറിയത് എന്നതിനെക്കുറിച്ച് ചില സൂചനകൾ മാത്രം നമ്മളിപ്പോൾ കണ്ടു. ഇനി യേശുക്രിസ്തു ദൈവമാണ് എന്നതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയാണ് കൃത്യമായി കാണുക, അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായി യേശുക്രിസ്തു അധികാരത്തോടു കൂടിയാണ് സംസാരിച്ചത്. മർക്കോസ് 10-ാം അധ്യായത്തിൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോശയേക്കാൾ കൂടുതൽ അധികാരം തനിക്ക് ഉണ്ട് എന്ന് യേശുക്രിസ്തു സൂചിപ്പിക്കുകയാണ്. ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് മോശ സംസാരിക്കുന്നത്. എന്നാൽ മോശയേക്കാൾ ശക്തമായി സംസാരിക്കുന്നതിലൂടെ വിവാഹമോചനം സാധ്യമല്ല എന്ന് പറയുന്നതിലൂടെ താൻ ദൈവമാണ് എന്ന് യേശുക്രിസ്തു സൂചിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന പ്രാരംഭ പ്രസ്താവനയോട് കൂടിയാണ് പ്രവാചകന്മാർ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് വേണ്ടി യേശയ്യ 7:7. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറയുന്നു, ഐ സേ ടു യു, ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 5:21-22 കൊല്ലരുതേ, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ അധികാരത്തോടു കൂടെ സംസാരിക്കുന്ന യേശു ദൈവം സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അതിലൂടെ അവൻ ദൈവമാണ് എന്നിവിടെ വ്യക്തമാവുകയാണ്. രണ്ടാമതായി അവന് പിശാചുകൾക്ക് മേൽ ആധിപത്യവും അധികാരവുമുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിശാചുകളെ അവൻ ബഹിഷ്കരിക്കുന്നു. മർക്കോസ് 1:27 എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു, ഇതെന്ത്? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിവാക്കുന്ന കാര്യമാണ്. മൂന്നാമതായി പ്രപഞ്ച ശക്തികൾക്ക് മേൽ, പ്രപഞ്ചത്തിന് മേൽ, പ്രകൃതിക്ക് മേൽ യേശുക്രിസ്തുവിനുള്ള അധികാരം. ലൂക്ക 8:24 നമ്മൾ വായിക്കുന്നു, അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു, അവ നിലച്ചു, ശാന്തതയുണ്ടായി. ജോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ, സങ്കീർത്തനം 107-ന്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അത് യാഹ്വേക്ക് മാത്രമാണ് കടലിനുമേലും കാറ്റിനുമേലും കൊടുങ്കാറ്റിനുമേലും ഒക്കെ അധികാരമുള്ളതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പഴയ നിയമത്തിൽ യാഹ്വേ ചെയ്ത അതേ കാര്യങ്ങൾ യേശുക്രിസ്തു ഇവിടെ ചെയ്യുന്നു. മത്തായി 14:25 വെള്ളത്തിന് മീതെ അവിടുന്ന് നടക്കുന്നു. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളത്തെ അവിടുന്ന് വീഞ്ഞാക്കി മാറ്റുകയാണ്. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള സൂചനകളാണ്. നാലാമതായി യേശുക്രിസ്തു പ്രവർത്തിച്ച പല അത്ഭുതങ്ങളും അടയാളങ്ങളും, പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ശരീരം മുഴുവൻ അഴകിയ ലാസറിനെ അവിടുന്ന് തൻ്റെ ശബ്ദത്താൽ ഉയർപ്പിക്കുന്നു. ഇതെല്ലാം യേശുക്രിസ്തു ദൈവമാണ് എന്ന് വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ്.
ഇനി ചിലർ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. യേശുക്രിസ്തു എപ്പോഴെങ്കിലും താൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യത്തിൽ അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട് എന്ന് യേശുക്രിസ്തു പറയുന്നു. ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം എന്ന് പറയുന്നു. ബിഫോർ ഏബ്രഹാം വാസ് ഐ ഹാഡ് ബീൻ എന്നല്ല പറയുന്നത്. അതാണ് ഗ്രാമാറ്റിക്കലി കുറെ കൂടെ ശരിയെങ്കിലും ഐ ആം എന്നാണ് പറയുക. ഗ്രീക്ക് ഭാഷയിൽ ഏഗോ എയ്മി എന്നാണ്. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാകണമെങ്കിൽ പുറപ്പാട് 3:14 നാം വായിക്കേണ്ടിയിരിക്കുന്നു. അവിടെ മുൾപടർപ്പിൽ ദൈവം തൻ്റെ ദിവ്യനാമം വെളിപ്പെടുത്തുകയാണ്. എഹ്യേ ആഷെർ എഹ്യേ, അതായത് യാഹ്വേ. അവിടെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ കാണുന്നു ദിസ് ഇസ് മൈ നെയിം ഫോർ എവർ. ഫറവോയുടെ അടുത്ത് ചെന്ന് പറയേണ്ടത് എന്താണ്? ടെൽ ഹിം ഐ ആം ഹാസ് സെൻറ്റ് മീ ടു യു. ഐ ആം, അതായത് ഏഗോ എയ്മി, അത് തന്നെയാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. അതിലൂടെ താൻ ദൈവമാണ് എന്ന് വളരെ വ്യക്തമായി യേശു ക്രിസ്തു തന്നെ പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായി യേശു ക്രിസ്തു ദൈവത്തെ ആബ എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അബൂനെയും ആബ തമ്മിലുള്ള വ്യത്യാസം. സ്വന്തം കുഞ്ഞ് മാത്രമാണ് അപ്പനെ ആബ എന്ന് വിളിക്കുക. ഏതൊരു വ്യക്തി ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് പോലെയല്ല യേശു ക്രിസ്തു അനന്യമായി പിതാവിൻ്റെ പുത്രനാണ്. അവിടുന്ന് സ്വഭാവത്താൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തെ ആബ എന്ന് വിളിക്കുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമായിരുന്നു ഇത്. ഈ കാര്യത്തിൽ ഒരു സംശയം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഗ്രീക്ക് ഭാഷയിൽ സുവിശേഷം എഴുതിയ മർക്കോസ് 14:36 യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ ആബ പിതാവേ, അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തു ദൈവത്തെ ആബ എന്ന് തന്നെയാണ് സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഗൗരവം നമ്മേക്കാൾ കൂടുതൽ യഹൂദർക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് യോഹന്നാൻ 5:18 നാം കാണുന്നത്, അവർ യേശു ക്രിസ്തുവിനെ വധിക്കാനായിട്ട് പരിശ്രമിച്ചു. കാരണം എന്താണ്? അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. അതായത് ദൈവത്തെ ആബ എന്ന് വിളിച്ചു. അത് യേശു ക്രിസ്തുവിനെ വധിക്കാനുള്ള അവരുടെ ഒന്നാമത്തെ കാരണമായിട്ട് നാം മനസ്സിലാക്കണം. ഇതവർ ദൈവദൂഷണമായിട്ട് കണ്ടു. കാരണം എന്താണ്? ദൈവം ആരുടെയും ഭൗതിക പിതാവല്ല. എന്നാൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്നത് മാനുഷികമായ ബന്ധത്തിലൂടെ അല്ല. ജ്ഞാനസ്നാന വേളയിൽ പിതാവ് തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. യേശു ക്രിസ്തു ദൈവത്തെ എപ്പോഴും ആബ എന്നാണ് വിളിക്കുക. ദൈവമായുള്ള അവൻ്റെ അഭേദ്യമായ ബന്ധം അവൻ്റെ വാക്കുകളിലൂടെയും വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും സ്നേഹത്തിലൂടെയും എപ്പോഴും വ്യക്തമാകുന്നു. ഇനി മൂന്നാമതായി മനുഷ്യപുത്രൻ എന്ന ടൈറ്റിൽ. അത് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടൈറ്റിലായിരുന്നു. യേശു ക്രിസ്തു സ്വയം വിശേഷിപ്പിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ടൈറ്റിൽ മനുഷ്യപുത്രൻ എന്ന ടൈറ്റിലായിരുന്നു. മർക്കോസ് 14:61 വാക്യത്തിൽ വിചാരണ വേളയിൽ പ്രധാന പുരോഹിതൻ നേരിട്ട് യേശു ക്രിസ്തുവോട് ചോദിക്കുകയാണ്, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? 62 വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. മനുഷ്യപുത്രൻ ഇവിടെ ഡിവൈൻ ടൈറ്റിലാണ്. ഇത് ശക്തമായ ദൈവദൂഷണമാണെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് പ്രധാന പുരോഹിതൻ തൻ്റെ വസ്ത്രം കീറിക്കൊണ്ട്, അതൊരു പ്രവൃത്തിയാണ്, അതിലൂടെ ഇത് ദൈവദൂഷണം സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. കാരണം എന്താണ്? മനുഷ്യപുത്രൻ എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ദാനിയേൽ 7:13 നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ദാനിയേലിനുണ്ടായ ദർശനം എന്താണ്? ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു, അവനെ പുരാതനനായവൻ്റെ മുമ്പിൽ ആനയിച്ചു. സങ്കീർത്തനം 68:4 വാക്യത്തിൽ നമുക്ക് കാണാം, മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ,
കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അതായത് മേഘങ്ങളിൽ വരുന്നവൻ കർത്താവാണ്. അപ്പൊ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല, അവൻ ഡിവൈനാണ്. അവൻ മനുഷ്യനുമാണ്, എന്നാൽ ദൈവവുമാണ്. ഈ ഒരു സത്യം വെളിപ്പെടുത്താൻ ഏറ്റവും നല്ല ടൈറ്റിലായിരുന്നു മനുഷ്യപുത്രൻ. വാനമേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രൻ യുഗാവസാനത്തിൽ വരുന്നവനാണ്, വിധിക്കുന്നവനാണ് എന്ന് യഹൂദർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്വയം ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതവർക്ക് മനസ്സിലായി. ഇതെല്ലാം ഡയറക്റ്റ്ലി യേശുക്രിസ്തു തന്നെ താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളാണ്. നാലാമതായി, യേശുക്രിസ്തു പാപങ്ങൾ മോചിക്കുന്നു. മർക്കോസ് 2:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു തളർവാദ രോഗിയോട് പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. 7-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൻ ദൈവദൂഷണം പറയുന്നു, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ കഴിയുക. അങ്ങനെ ഇതിലൂടെ താൻ ദൈവമാണ് എന്ന് യേശുക്രിസ്തു ഡയറക്റ്റ്ലി പറയാൻ ശ്രമിക്കുകയാണ്. ഇത് കൂടാതെ യേശുക്രിസ്തുവിൻ്റെ ചില പ്രസ്താവനകൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏശയ്യ 44 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ആദിയും അന്തവുമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വെളിപാട് ഗ്രന്ഥത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിലും 22-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ മഹത്വത്തിൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവുമാണ്. അതായത് അവിടുന്ന് ദൈവമാണ്. യോഹന്നാൻ 5-ാം അധ്യായം 22-ഉം 29-ാം വാക്യത്തിൽ നാം കാണുന്നു, പുത്രനാണ് ലോകത്തെ വിധിക്കുന്നത്. വിധിക്കാനുള്ള അധികാരം എപ്പോഴും ദൈവത്തിനാണ്. അതിലൂടെ പുത്രൻ ദൈവമാണ് എന്നിവിടെ വ്യക്തമായിട്ട് കാണാം. യോഹന്നാൻ 5:21 പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഇങ്ങനെ പറയുന്നതിലൂടെ അവിടുന്ന് പിതാവിനെ പോലെ തന്നെ ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ 11:25 പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുവാനും ജീവൻ നൽകുവാനും അവിടത്തേക്ക് സാധിക്കുമെന്ന് പറയുന്നതിലൂടെ യേശുക്രിസ്തു ദൈവമാണ് എന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 14:6 വാക്യത്തിൽ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ആരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. സമാധാനത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം, ഐശ്വര്യത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം ഒക്കെ പറയുന്നവരുണ്ടാകാം. പക്ഷെ ഞാനാണ് വഴി എന്നാണ് യേശുക്രിസ്തു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. മത്തായി 10:37 എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ ബഹുമാനിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ദൈവമായതുകൊണ്ടാണ് ഇത് പറയാൻ സാധിക്കുക. യേശുക്രിസ്തു താൻ എന്താണ് എന്ന് ക്ലെയിം ചെയ്തുവോ അതൊക്കെ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ ഓരോ വാക്കിൻ്റെ വില ശ്ലീഹന്മാർക്ക് മനസ്സിലാകുന്നത്. യേശുക്രിസ്തു നേരിട്ട് ദൈവം എന്ന് വിളിക്കുന്ന ചില ബൈബിൾ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ 20:28 തോമാ ശ്ലീഹ ഉത്ഥിതനായ കർത്താവിനെ കണ്ട് നേരിൽ പറയുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ക്യൂരിയോസ് തേയോസ്, യാഹ്വേക്ക് വേണ്ടി മാത്രം പറയാൻ കഴിയുന്ന 2 പദങ്ങളാണ്. ക്യൂരിയോസ് എന്ന് പറഞ്ഞാൽ ലോർഡ്, തേയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ്. അതിലൂടെ ഉത്ഥിതനായ കർത്താവ്, അതായത് ഉത്ഥാനം ചെയ്ത യേശു ക്രിസ്തു, തങ്ങളുടെ ഗുരു, അവൻ യാഹ്വേ പോലെ തന്നെ ദൈവവും കർത്താവാണെന്ന് തോമാ ശ്ലീഹ ശക്തമായി പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:18 വാക്യം, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ എന്നാണ് POC ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഏകജാതനാണ് എന്ന് മാത്രമല്ല, ദൈവം തന്നെയായ ഏകജാതൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുക. അതുപോലെ ഹെബ്രായർ 1:8, 1 യോഹന്നാൻ 5:20, റോമാക്കാർക്കുള്ള ലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം, തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം,
2 പത്രോസ് 1 അധ്യായത്തിലെ 1 വാക്യം, 2 തെസ്സലോനിക്കായിലെ 1 അധ്യായത്തിൽ 12 വാക്യം, ഇവിടെ എല്ലാം യേശു ക്രിസ്തുവിനെ തേയോസ്, ദൈവം എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുക. പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിലും യേശു ക്രിസ്തുവിന് പുനരുത്ഥാനത്തിലൂടെ അപ്പോസ്തലന്മാർക്ക് വെളിവായി കിട്ടിയ സത്യം പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ വ്യാഖ്യാനിച്ചപ്പോൾ യേശു ക്രിസ്തു പുത്രനായ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തലന്മാർക്ക് മനസ്സിലാകുന്നു. ഈ സത്യം പ്രബോധനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും അവർ നമ്മെ അറിയിച്ചു. ഇതിൽ നാം വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ ഇനി സഭയുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനസ്സിലാക്കുകയും യേശു ക്രിസ്തു എങ്ങനെയാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായിരിക്കുന്നത്, ഈ ഒരു സത്യം സഭ എങ്ങനെയാണ് പ്രബോധനങ്ങളിലൂടെയും കൗൺസിലുകളിലൂടെയും വിശ്വാസ സത്യമായി നമുക്ക് നൽകിയത് എന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിലൂടെ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് മനസ്സിലാവുകയും അതിലൂടെ ദൈവം ത്രിയേക ദൈവമാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു. എങ്കിലും ഈ സത്യം എങ്ങനെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക? ഈ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു അപ്പോസ്തലന്മാർക്കും ശിഷ്യ സമൂഹത്തിനു മുമ്പാകെ ഉണ്ടായിരുന്നത്. കാരണം അവർ സംസാരിക്കേണ്ടത് യഹൂദരോടാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന യഹൂദർക്ക് യേശു ക്രിസ്തു ദൈവമാണ്, യാഹ്വേക്ക് തുല്യനാണ്, യാഹ്വേ പോലെ ദൈവമാണ് എന്നൊരിക്കലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു കുറ്റവാളിയെ പോലെ ഇത്രയും സഹിച്ച് കുരിശിൽ പിടഞ്ഞ് മരിച്ച നിസ്സഹായനായി ദുർബലനായി കാണപ്പെട്ട നസറത്തിലെ യേശു യാഹ്വേ പോലെ ദൈവമാണ് എന്ന് ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതേ സമയത്ത് വിജാതീയരോട് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പറയുമ്പോൾ 2 തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ, ചക്രവർത്തിമാർ ദേവന്മാരുടെ പുത്രന്മാരാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്ത് യേശു ക്രിസ്തു അതുപോലത്തെ ഒരു ദേവനാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, പിതാവ് വേറൊരു ദൈവം, പുത്രൻ വേറൊരു ദൈവം എന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത. അതുകൊണ്ട് ഈ 2 കൂട്ടരോട് എങ്ങനെയാണ് യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, ദൈവത്തിൻ്റെ ഏകജാതനാണ്, നിത്യനായ പിതാവിൻ്റെ നിത്യനായ പുത്രനാണ്, ഇത് അവതരിപ്പിക്കുക? ഈ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തനിമ മനസ്സിലാക്കുന്നതിൽ പലപ്പോഴും പരാജയവും വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് പല അബദ്ധ സിദ്ധാന്തങ്ങളും പാഷണ്ഡതകളും ജനിച്ചു. അവയിൽ ചില പാഷണ്ഡതകളെ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ഡോസേറ്റിസം. അതായത് യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കാം, പക്ഷേ ഈ ദൈവം മനുഷ്യനായി എന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള വ്യക്തികൾക്ക് സംഭവിച്ച ഒരു വീഴ്ചയാണിത്. അവർ പറഞ്ഞു, യേശു മനുഷ്യനെ പോലെ കാണപ്പെട്ടതേ ഉള്ളൂ, പൂർണ്ണ മനുഷ്യനല്ല. അവർ യേശുവിൻ്റെ യഥാർത്ഥ മനുഷ്യ സ്വഭാവത്തെ നിരാകരിക്കുകയാണ്. അതൊരു മായ പോലെയുള്ള ഒരു ശരീരം യേശു ക്രിസ്തു സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് കുരിശിൽ വെച്ച് ഇതുപോലെയുള്ള ഒരു മായാ ശരീരം അവിടുന്ന് ഉപയോഗിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു സിദ്ധാന്തമാണ് ഡോസേറ്റിസം. ഇതാണ് ഒരു പാഷണ്ഡത. ഇത് പുതിയ നിയമ ഗ്രന്ഥരചനയുടെ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നത് 1 യോഹന്നാൻ 4 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലും 2 യോഹന്നാൻ്റെ 7 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ ദൈവത്വം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രതയിലാണ് അവർ മനുഷ്യ സ്വഭാവത്തെ നിരാകരിക്കുന്നത്. ഈ ഒരു അബദ്ധ സിദ്ധാന്തത്തെ വിശുദ്ധ പോളികോർപ്പസും അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസും നിരാകരിച്ചുകൊണ്ട് ശരിയായ വിശ്വാസം സമർത്ഥിക്കുന്നു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അവൻ നമ്മെപ്പോലെ തന്നെ മനുഷ്യനാണ്, പാപമൊഴികെ എല്ലാത്തിനും നമ്മോട് സമനാണ് എന്നവർ പഠിപ്പിക്കുന്നു.
രണ്ടാമത്തെ പാഷണ്ഡത അഡോപ്ഷനിസം അല്ലെങ്കിൽ ദത്ത് പുത്രവാദം. ഇത് യേശുവിൻ്റെ ദൈവത്വത്തെ തള്ളി പറയുന്ന ഒരു സിദ്ധാന്തമാണ്. യേശു ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഔസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകൻ. ഈ സാധാരണ മനുഷ്യനെ ജ്ഞാനസ്നാന സമയത്തോ അല്ലെങ്കിൽ ഉത്ഥാന സമയത്തോ ദൈവം തൻ്റെ പുത്രനായി ദത്തെടുത്തു എന്ന് വിശ്വസിക്കുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. സമോസാറ്റയിലെ പൗലോസ്, അദ്ദേഹവും യേശു ദത്ത് പുത്രനാണ് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് പിതാവിനെ പോലെ യേശു ക്രിസ്തു നിത്യനല്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതുകൊണ്ട് യേശുവിനെ ദൈവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. സത്യ ഏക ദൈവം യേശുവിനെ തൻ്റെ മകനായി ദത്തെടുക്കുക മാത്രമാണ് ചെയ്തത്. ഇതാണ് ദത്തുപുത്രവാദം അല്ലെങ്കിൽ അഡോപ്ഷനിസം. ഇതിനെ സഭ തൻ്റെ പ്രബോധനങ്ങളിലും തള്ളി പറയുന്നു. മൂന്നാമതായി ആര്യൻ പാഷണ്ഡത അല്ലെങ്കിൽ ആര്യനിസം. ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി പഠിച്ചതാണ്. ഇത് യേശുവിൻ്റെ ദൈവത്വം നിഷേധിച്ച ഒരു പാഷണ്ഡതയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ യേശു ഒരു സൃഷ്ടി മാത്രമാണ്, ദൈവം അല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പാഷണ്ഡതയാണ്. ആര്യൂസ് ആയിരുന്നു ഈ പാഷണ്ഡതയുടെ പ്രചാരകൻ. അതുകൊണ്ടാണ് ഇതിനെ ആര്യനിസം എന്ന് വിളിക്കുന്നത്. AD 325 നിഖ്യയിൽ കൂടിയ സുനഹദോസ് ഈ സിദ്ധാന്തത്തെ ശപിക്കുന്നു. യേശു പിതാവിനോട് കൂടെ ഏക സത്തയാണ്, സാരാംശത്തിൽ ഒന്നാണ് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ അവൻ സൃഷ്ടിയല്ല, അവൻ പിതാവിൽ നിന്ന് ജനിച്ചവനാണ്, നിത്യനായ പുത്രനാണ് എന്ന് നിഖ്യ സുനഹദോസ് പഠിപ്പിച്ചു. നാലാമത്തെ പാഷണ്ഡത അപ്പോള്ളിനാരിയനിസം. ഈ പാഷണ്ഡത പ്രകാരം യേശുവിൽ ഒരു മനുഷ്യാത്മാവ് ഉണ്ടായിരുന്നില്ല. ആത്മാവിൻ്റെ രണ്ട് ഫാക്കൽറ്റീസാണ്, രണ്ട് കഴിവുകളാണ് ഇൻ്റലക്റ്റും വില്ലും, ബുദ്ധിയും ഇച്ഛയും. യേശു ക്രിസ്തുവിൽ മനുഷ്യ ആത്മാവില്ല എങ്കിൽ ആരാണ് ചിന്തിക്കുകയും ഇച്ഛിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്? അപ്പോളിനാരിസ് പഠിപ്പിച്ചു, അത് വചനമായ ദൈവമാണ് യേശുവിലുള്ള മനുഷ്യാത്മാവിന് പകരം ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ഈ പാഷണ്ഡതയെ 381 ഒന്നാമത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിൽ നിരാകരിക്കുന്നു. സഭയുടെ സത്യവിശ്വാസം അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പൂർണ്ണ മനുഷ്യൻ എന്ന നിലയ്ക്ക് യേശുവിൽ മനുഷ്യ ആത്മാവും ഉണ്ട് എന്ന് അവിടെ പഠിപ്പിക്കുന്നു. 5-ാം നൂറ്റാണ്ട് ക്രിസ്തു വിജ്ഞാനീയ സംബന്ധമായ തർക്കങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. അവിടെ അന്ത്യോക്യ, അലക്സാൻഡ്രിയ, അങ്ങനെ 2 ദൈവശാസ്ത്ര വിദ്യാപീഠങ്ങൾ, സ്കൂൾ ഓഫ് ആൻറ്റിയോക്ക്, സ്കൂൾ ഓഫ് അലക്സാൻഡ്രിയ ഉണ്ടായിരുന്നു. സ്കൂൾ ഓഫ് അലക്സാൻഡ്രിയ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെങ്കിൽ സ്കൂൾ ഓഫ് ആൻറ്റിയോക്ക് യേശുവിൻ്റെ മനുഷ്യത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. സ്കൂൾ ഓഫ് അലക്സാൻഡ്രിയ യേശുവിലുള്ള ഏക ആളത്വത്തിൽ, യൂണിറ്റി, അതിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തതെങ്കിൽ സ്കൂൾ ഓഫ് ആൻറ്റിയോക്ക് യേശുവിൽ 2 സ്വഭാവങ്ങൾ, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉണ്ട് എന്നതിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത്. 2 സ്കൂൾസും ഈ 2 ചിന്തകളും ശരി തന്നെയാണ്, കോംപ്ലിമെൻ്ററി ആണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ അന്ത്യോക്യൻ സ്കൂളും അലക്സാൻഡ്രിയൻ സ്കൂൾ തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. വ്യത്യസ്തമായ പദപ്രയോഗങ്ങളാണ് ഈ 2 സ്കൂൾസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വ്യത്യസ്തമായ ഊന്നൽ അല്ലെങ്കിൽ എംഫസിസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാൻ അവർ കഴിയാതെ പോയി. അതിൻ്റെ ഫലമായി അന്ത്യോക്യൻ സ്കൂളിൽ നിന്ന് ഉടലെടുത്ത ഒരു പാഷണ്ഡതയാണ് നെസ്തോറിയനിസം. അലക്സാൻഡ്രിയൻ സ്കൂളിൽ നിന്ന് ഉടലെടുത്ത ഒരു പാഷണ്ഡതയാണ് മോണോഫിസിറ്റിസം അല്ലെങ്കിൽ ഏക സ്വഭാവവാദം. എന്താണ് നെസ്തോറിയൻ പാഷണ്ഡത? നെസ്തോറിയൂസ് അന്ത്യോക്യൻ സ്കൂളിൽ നിന്നാണ് വരിക. യേശു ക്രിസ്തുവിൽ 2 സ്വഭാവങ്ങൾ ഉണ്ട്. അത് വിശദീകരിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പരിശുദ്ധ ദൈവമാതാവ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തിൻ്റെ മാത്രം അമ്മയാണ്.
അതുകൊണ്ട് മറിയത്തെ വേണമെങ്കിൽ ക്രിസ്തോത്തോക്കോസ് എന്ന് വിളിക്കാം. അലക്സാൻഡ്രിയൻ പേട്രിയാർക്കേറ്റിൽ പരിശുദ്ധ ദൈവമാതാവിനെ ദൈവമാതാവെന്നാണ് വിശേഷിപ്പിക്കുക. പ്രാർത്ഥനകളിലും അങ്ങനെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ വളരെ പ്രിയമായിരുന്നു. പക്ഷേ നെസ്തോരിയൂസ് പരിശുദ്ധ കന്യക മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. കാരണം മറിയം യേശു ക്രിസ്തുവിലെ മനുഷ്യ സ്വഭാവത്തിൻ്റെ മാത്രം അമ്മയാണ് എന്ന് പ്രസ്താവിക്കുകയാണ്. ദൈവത്തിൻ്റെ മാതാവ് എന്നൊരിക്കലും വിളിക്കാൻ കഴിയുകയില്ല എന്ന് നെസ്തോരിയൂസ് വാദിക്കുകയാണ്. എന്താണ് നെസ്തോറിയൻ പാഷണ്ഡത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ 2 ആളുകളുണ്ട് എന്ന് പറയുന്നതാണ്. നെസ്തോരിയൂസിൻ്റെ ചില അനുയായികൾ യേശുക്രിസ്തുവിൻ്റെ 2 സ്വഭാവങ്ങളെ അവതരിപ്പിക്കാനുള്ള നെസ്തോരിയൂസിൻ്റെ പരിശ്രമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ അബദ്ധ സിദ്ധാന്തമാണ്. ഇത് നെസ്തോരിയൂസിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ നെസ്തോറിയൻ പാഷണ്ഡത എന്ന് വിളിക്കുക. 431 എഫെസൂസിൽ വെച്ച് സിറിലിൻ്റെ ഇനീഷ്യേറ്റീവിൽ ഒരു കൗൺസിൽ വിളിച്ചു ചേർക്കുകയാണ്. അവിടെ നെസ്തോരിയൂസിൻ്റെ അബദ്ധ സിദ്ധാന്തത്തെ പാഷണ്ഡതയായി തള്ളിക്കളയുകയാണ്. മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ സാധിക്കും. ഈ ഒരു വിശ്വാസ സത്യം നൽകപ്പെടുന്നത് എഫെസൂസ് കൗൺസിൽ വെച്ചാണ്. കാരണം മറിയം സ്വഭാവത്തിൻ്റെ അമ്മയല്ല, വ്യക്തിയുടെ അമ്മയാണ്. യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ 2 സ്വഭാവങ്ങളുണ്ട്, മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും. യേശുക്രിസ്തു എന്ന വ്യക്തി ദൈവമാണ്, യേശുക്രിസ്തു എന്ന വ്യക്തി പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ട് മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കുന്നതിലൂടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ അമ്മയാണ് അവൾ എന്നർത്ഥത്തിലല്ല, മറിച്ച് താൻ ജന്മം നൽകിയ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് സഭ ആഗ്രഹിച്ചത്. ഇനി അലക്സാൻഡ്രിയയിൽ നിന്ന് ഉടലെടുത്ത ഒരു പാഷണ്ഡതയാണ് മോണോഫിസിറ്റിസം അല്ലെങ്കിൽ ഏക സ്വഭാവവാദം. മനുഷ്യാവതാരത്തോടു കൂടെ യേശുവിൻ്റെ മാനുഷിക സ്വഭാവം ദൈവിക സ്വഭാവത്തിൽ ലയിച്ച് ഇല്ലാതാകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഈ പാഷണ്ഡതയ്ക്ക് വിളിക്കുന്ന പേരാണ് മോണോഫിസിറ്റിസം. ഫിസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം നേച്ചർ അല്ലെങ്കിൽ സ്വഭാവം. അതുകൊണ്ടാണ് ഇതിനെ ഏക സ്വഭാവവാദം എന്ന് വിളിക്കുന്നത്. ഈ തെറ്റായ സിദ്ധാന്തം പഠിപ്പിച്ചത് എവുത്തിക്കോസ് എന്ന സന്യാസിയാണ്. 451 കാൽസിഡോൺ വെച്ച് കൂടിയ കൗൺസിലിൽ ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ 5 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന എല്ലാ തെറ്റായ പ്രബോധനങ്ങളെയും തർക്കങ്ങളെയും ഈ കൗൺസിലിൽ അവസാനിപ്പിക്കുകയാണ്. കാൽസിഡോണിയൻ കൗൺസിലിൽ പഠിപ്പിക്കുന്നു, വി കൺഫെസ് that one and the same Lord Jesus Christ, the only begotten Son, must be acknowledged in 2 natures, without confusion or change, without division or separation. അതായത് യേശു ക്രിസ്തു ഒരു വ്യക്തിയാണ്, യേശു ക്രിസ്തു ഒരു ദൈവിക വ്യക്തിയാണ്, യേശു ക്രിസ്തുവിലെ ആ വ്യക്തി വചനമായ ദൈവമാണ്, പുത്രനായ ദൈവമാണ്. യേശു ക്രിസ്തുവിൽ 2 സ്വഭാവങ്ങളുണ്ട്, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും, ഡിവൈൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ. ഡിവൈൻ നേച്ചർ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഈസ് കോമൺ ടു ദ 3 persons ഓഫ് ദ ഹോളി ട്രിനിറ്റി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും കോമൺ ആണ് ഈ ഒരു ദൈവ സ്വഭാവം. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവം യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായുള്ള, യേശുക്രിസ്തുവിന് മാത്രമായുള്ള ഒരു സ്വഭാവമാണ്. ഈ 2 സ്വഭാവങ്ങളും യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ യോജിച്ചിരിക്കുന്നു. ഇതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന പദം
ഉപയോഗിക്കപ്പെടുന്നു. അതായത് യേശു ക്രിസ്തു ദൈവികതയും മാനുഷികതയും ചേരുന്ന ഒരു വ്യക്തിയാണ്. യോഹന്നാൻ 1:14 കാണുന്ന പോലെ വചനം മാംസം ധരിച്ചു, വചനമായ ദൈവം മാംസം ധരിച്ച് മനുഷ്യനായി. അവൻ ദൈവവും മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. മാംസം ധരിക്കുന്നതിലൂടെ ദൈവത്വം നഷ്ടമാകുന്നില്ല. മാംസം ധരിച്ച വ്യക്തിയിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ യോജിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഫിലിപ്പി 2:5 കാണുന്നത് പോലെ ദൈവമായിരുന്നിട്ടും അവിടുന്ന് ദാസന്റെ രൂപം സ്വീകരിച്ചു. അത് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ പ്രകൃതിയെക്കുറിച്ചുള്ള, മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള സൂചനയാണ്. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത യേശുവിൽ പ്രകടമാകുന്നു. പിതാവിനോട് കൂടെ യേശു ക്രിസ്തു സത്തയിൽ ഒന്നാണ്, സാരാംശത്തിൽ ഒന്നാണ്. അവിടുന്ന് മനുഷ്യനോടും ഏക സത്തയാണ്. പാപമൊഴികെ എല്ലാ കാര്യത്തിലും അവിടുന്ന് നമ്മെ പോലെ തന്നെയാണ്. മനുഷ്യ പ്രകൃതിയുടെ എല്ലാ പ്രത്യേകതകളും യേശുവിലുണ്ടായിരുന്നു. ഇനി യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പഠിപ്പിക്കുക. മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു ദൈവത്വത്തിൻ്റെ പൂർണ്ണതയാണ്. പിതാവായ ദൈവത്തിന് നൽകുന്ന എല്ലാ വിശേഷണങ്ങൾക്കും യേശു അർഹനാണ്. യേശുവിൻ്റെ പ്രാർത്ഥനയിലും ഈ സത്യം വെളിപ്പെടുന്നുണ്ട്. യോഹന്നാൻ 17:5 നാം വായിക്കുന്നു, ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ചുരുക്കത്തിൽ യേശു ക്രിസ്തു ഏക വ്യക്തിയാണ്. ആ വ്യക്തി ഒരു ദൈവിക വ്യക്തിയാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമനായ പുത്രനായ ദൈവമാണ്, വചനമായ ദൈവമാണ് യേശു ക്രിസ്തുവിലെ പേഴ്സൺ. ഈ വ്യക്തിക്ക് 2 സ്വഭാവങ്ങളുണ്ട്. പക്ഷേ ഈ 2 സ്വഭാവങ്ങൾ സെപ്പറേറ്റഡ് അല്ല. മനുഷ്യ സ്വഭാവം ദൈവിക സ്വഭാവത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുന്നില്ല. 2 സ്വഭാവങ്ങളും അതിൻ്റെ പ്രത്യേകത നിലനിർത്തിക്കൊണ്ട് തന്നെ ഏക വ്യക്തിയിൽ പൂർണ്ണമായി യോജിച്ചിരിക്കുന്നു. 2 natures are united in the person of Jesus Christ. ഇതാണ് സഭ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിച്ചത്. ഇനി അടുത്ത കാലത്ത് ചില വ്യക്തികൾ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തു ഒരു ചരിത്ര മനുഷ്യനായിരുന്നോ എന്നതുപോലും സംശയിക്കുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവർ വാദിക്കുന്നു, ഇത് ചിലരുടെ ഒരു ഭാവന സൃഷ്ടി മാത്രമാണ്. അങ്ങനെ അതിലൂടെ ഒരു പുതിയ റിലിജൻ അവർ സ്ഥാപിച്ചെടുത്തു. യഹൂദ മതത്തിൽ നിന്ന് വിഭിന്നമായി ഒരു ക്രൈസ്തവ മതം സ്ഥാപിച്ചു. അതിനുവേണ്ടി അവർ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് യേശു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നസ്രത്തിലെ യേശു ഒരു ചരിത്ര പുരുഷനാണ്. അവിടുന്ന് ദൈവവും മനുഷ്യനുമാണ് എന്നാണ് സഭ പ്രബോധനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ലോകമെങ്ങും അറിയിച്ചത്. ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ചരിത്രപരമായ പല വ്യക്തികളുടെ പേരും കാലഘട്ടവും അറിയിച്ച് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ വിവരിച്ചിരിക്കുക. ലൂക്ക 2-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ റോമൻ സാമ്രാജ്യത്തിലെ അഗസ്റ്റസ് സീസർ ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത്, ക്വിരിനിയോസ് ദേശാധിപതി ആയിരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ ജനനം നടന്നത് എന്ന് വസ്തുതകൾ നിരത്തി അവതരിപ്പിക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കാം, അത് ക്രൈസ്തവർ തന്നെ എഴുതിയതല്ലേ, അതിനെങ്ങനെ വിശ്വസിക്കാം? അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യത്തിലെ ചരിത്ര പുസ്തകങ്ങളും ഗ്രന്ഥകാരന്മാരുടെ എഴുത്തുകളും അതുപോലെ തന്നെ യഹൂദരുടെ ഇടയിലുള്ള എഴുത്തുകാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നാം ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഈ രണ്ടും പറയാനുള്ള കാരണം, റോമാക്കാർക്കും യഹൂദർക്കും ക്രിസ്ത്യാനികൾ ശത്രുക്കളായിരുന്നു. എന്നിട്ടും റോമൻ ഡോക്യുമെൻറ്റ്സിൽ യേശു ക്രിസ്തുവിന് തൊട്ടടുത്തുള്ള കാലഘട്ടത്തിൽ പ്ലീനി ദ യങ്ങർ എന്ന് പറയുന്ന ഒരു ലോയറും ഗ്രന്ഥകാരനും ഏഷ്യ മൈനറിലെ ബിഥിനിയയുടെ ഗവർണറുമായിരുന്ന വ്യക്തി 110 AD റോമൻ ചക്രവർത്തിയായ ട്രാജന് ഒരു കത്ത് എഴുതുന്നുണ്ട്.
അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, ഞാൻ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്യണം? അവർ ക്രിസ്തുവിനെ ദൈവമായി കാണുന്നു. നമ്മുടെ പല ടെമ്പിൾസും കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ക്രിസ്തു എന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായിട്ടാണ് അവിടെ ഈ ചരിത്രകാരൻ എഴുതിയിരിക്കുക. രണ്ടാമതായി, ഗ്രേറ്റസ്റ്റ് റോമൻ ഹിസ്റ്റോറിയൻ എന്നറിയപ്പെടുന്ന ടാസിറ്റൂസ് 55 മുതൽ 120 AD വരെ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമ നഗരി കത്തി നശിച്ചതിനെക്കുറിച്ച് വിവരണം എഴുതുമ്പോൾ അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. തിബേരിയോസിൻ്റെ ഭരണകാലത്ത് പോന്തിയോസ് പിലാത്തോസ് ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം ഒരു സെക്ഷൻ തന്നെ എഴുതുന്നുണ്ട്. ഇതെല്ലാം ക്രൈസ്തവരുടെ ചരിത്ര ഗ്രന്ഥമല്ല, അക്രൈസ്തവരുടെ ചരിത്ര ഗ്രന്ഥത്തിലെ കാര്യങ്ങളാണ്. ഇനി യഹൂദ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയൂസ് യോസെഫുസ് 37 മുതൽ 100 AD വരെ ജീവിച്ച ആ വ്യക്തി ദ ജൂയിഷ് ആൻറ്റിക്വിറ്റീസ് എന്ന ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് റെഫർ ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ ഗൗരവമായി ചരിത്രത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഈ റെഫറൻസസ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഒരു വ്യക്തി പോലും ഇത്രമാത്രം ലോകത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ. ഇന്നും യേശുക്രിസ്തു പലരെയും അസ്വസ്ഥരാക്കുകയാണ്. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായിത്തീർന്ന പുത്രനായ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും ആരാധനാക്രമത്തിലൂടെയും നാം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനകളിൽ നാം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രയോഗം മോറാൻ യേശു മിശിഹ എന്നാണ്. മോറാൻ എന്ന് പറഞ്ഞാൽ കർത്താവ്, കർത്താവായ യേശു മിശിഹ. വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നാം ആഘോഷിക്കുകയാണ്. പരസ്യ ശുശ്രൂഷയുടെ ആരംഭം മുതൽ തന്നെ യേശു ക്രിസ്തു ദൈവമാണെന്നും യേശു ക്രിസ്തുവിനോട് കരുണ അപേക്ഷിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിതെല്ലാം കണ്ടതാണ്. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനായ ദൈവമാണ് അവൻ. അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടി മനുഷ്യനായിത്തീർന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഈ ത്രൈശുദ്ധ കീർത്തനം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു കീർത്തനമാണ്. അതിനുശേഷം കുരിയലായിസോൻ യേശു ക്രിസ്തു ദൈവമാണെന്നും യേശു ക്രിസ്തുവിനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിലൂടെ വിശ്വാസികൾ ഈ സത്യം ഏറ്റുപറയുകയാണ്. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ അവിടുന്ന് ഒരുപോലെ വന്ദിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന വിശുദ്ധ കുർബാനയിൽ നാം പ്രഖ്യാപിക്കുന്നു. നമ്മുടെ സഭയിൽ 7 മാറാനായ തിരുനാളുകളുണ്ട്. അവിടെയെല്ലാം നമ്മുടെ കർത്താവിൻ്റെ ജനനം, നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ, നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണം, അങ്ങനെയാണ് അതിനെല്ലാം വിശേഷിപ്പിക്കുക. പ്രധാന തിരുനാളുകളിലെല്ലാം സ്ലീബ ആഘോഷം നടത്തുന്നു. സ്വർഗത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും മരിച്ചവരും എല്ലാവരും യേശു ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്നു, കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. 4 ദിക്കുകളെയും ആശീർവദിക്കുന്ന എത്രയോ മനോഹരമായ കർമ്മമാണ് സ്ലീബാഘോഷം. ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിലും നാം സ്ലീബ വന്ദനവ് നടത്തുകയാണ്. സ്ലീബായെ മാർ സ്ലീബ എന്നാണ് വിളിക്കുക. മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ്. സ്ലീബ കർത്താവിനെ തന്നെ സൂചിപ്പിക്കുന്നു. സ്ലീബ എന്ന വാക്കിൻ്റെ അർത്ഥം ക്രൂശിക്കപ്പെട്ടവൻ. സ്ലീബായെ വണങ്ങുമ്പോൾ നാം ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നാണ് ഈ ശുശ്രൂഷയിൽ നാം ശ്രദ്ധിക്കുക. ദുഃഖവെള്ളിയാഴ്ചയിലെ 2ാം ശുശ്രൂഷയിൽ ഗോകുൽതാമേൽ സോദരരെ ഈ ഗാനത്തിൽ ദൈവം ക്രൂശിൽ തൂങ്ങുന്നു എന്നാണ് പറഞ്ഞിരിക്കുക. ക്രൂശിൽ കിടക്കുമ്പോഴും അവിടുന്ന് ദൈവമാണ് എന്ന് നാം ഏറ്റുപറയുകയാണ്. അങ്ങനെ നമ്മുടെ ആരാധനാക്രമത്തിലെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും പൂർണ്ണമായ വിശ്വാസം
നാം ഉദ്ഘോഷിക്കുകയാണ്, ഏറ്റുപറയുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭയുടെ പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ യേശു ക്രിസ്തു ആരാണ്, ഇത് നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ പരിശുദ്ധ കന്യക മറിയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.